അതായത് ദിവ്യബലിക്ക് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൂടിയിരുന്നത്. കാരണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള, അതായത് ഇപ്പോഴും വത്തിക്കാൻ ന്യൂസ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 162 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും അതുപോലെ തന്നെ രാഷ്ട്ര തലവന്മാരും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു രാജ്യത്തിൽ നിന്ന് തന്നെ 7-8 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. പ്രസിഡന്റ്സും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് കൂടാതെ തന്നെ ഡെലഗേഷൻ ഒരുപാട് പേര്. ഇപ്പൊ അർജന്റീനയിൽ നിന്ന് തന്നെ 7-8 പേര് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൂടാതെ എക്സ്ട്രാ, അതായത് കൂടുതലായിട്ട് 2 രാജ്യങ്ങളിൽ നിന്ന് കൊസോവോ, വിയറ്റ്നാം, അവിടെ ഇരുന്ന് എക്സ്ട്രാ ഡെലഗേഷൻസ് ഉണ്ടായിരുന്നെന്ന് വത്തിക്കാന്റെ ഒരു റിപ്പോർട്ട് അറിയിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകമായി അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ, ഫ്രാൻസ്, അർജന്റീന, അയർലൻഡ്, ഉക്രൈൻ, ഇറ്റലി, അങ്ങനെ പോർച്ചുഗീസ് എന്നുള്ള അങ്ങനെയുള്ള മെയിൻ കൺട്രീസിൽ നിന്നൊക്കെ പ്രസിഡന്റുമാരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അവര് ദിവ്യബലി കഴിയുന്നത് വരെയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൃത്യമായിട്ട് ക്രമമായിട്ട് നടന്നു. കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ജോവാനി ബാത്തിസ്ത റേ ആണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ അദ്ദേഹം നൽകിയ ഹോമിലി, അതായത് ദിവ്യബലി മധ്യേ നൽകിയ വചന സന്ദേശം എല്ലാവരെയും കരയിപ്പിച്ച ഒരു സന്ദേശമായിരുന്നു. അദ്ദേഹം ശരിക്കും ഇന്നത്തെ ഈശോ പത്രോസിനോട് അവസാനമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 പ്രാവശ്യം ആവർത്തിക്കുന്ന സുവിശേഷ ഭാഗമാണെന്ന് ദിവ്യബലി മധ്യ വായിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ പാപ്പ എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എപ്പോഴൊക്കെ പൊതുജനത്തെ അഭിസംബോധന ചെയ്യുന്നുവോ, അതുപോലെ തന്നെ ഏതെങ്കിലും ഗ്രൂപ്പിനെ വ്യക്തിപരമായിട്ട് കാണുന്നുവോ, എപ്പോഴൊക്കെ മനുഷ്യരുമായിട്ട് ഇടപെടുന്നുവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നുവോ, അപ്പോഴൊക്കെ പാപ്പ പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രേ ഫോർ മീ എന്നാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് നിങ്ങൾ മറക്കരുത് എന്ന് പാപ്പ എപ്പോഴും പറയാറുണ്ട്. ഇന്ന് പാപ്പയോട് അദ്ദേഹം പറഞ്ഞ് വചന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു, എപ്പോഴും പാപ്പ ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിക്കും. ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ടി പാപ്പ പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ പാപ്പയുടെ നിലപാടുകളെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സുവിശേഷ ആ സന്ദേശത്തിൽ പറഞ്ഞു. ഇതിലേറെ പ്രത്യേകമായി ഉണ്ടായിരുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, പാപ്പ മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ആ മതില് കെട്ടുന്നതിനെ, പാപ്പ എപ്പോഴും പാലങ്ങൾ നിർമ്മിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പാപ്പയാണ്. അപ്പോൾ മതില് കെട്ടുന്നതിന് എതിരായിട്ട് പാപ്പ ശബ്ദിച്ചു എന്ന കാര്യവും കൂടി വചന സന്ദേശത്തിൽ പറഞ്ഞപ്പം കർദിനാൾ ജോവാനി ബാത്തിസ്ത റേ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ പാപ്പ ഒരുപാട് ഓർമ്മകൾ നൽകി കടന്നുപോയി. വളരെ തിരുക്കർമ്മങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ പാപ്പയ്ക്ക് കുർബാനയ്ക്ക് ശേഷം ലത്തീൻ ഭാഷയിലുള്ള ലത്തീൻ ആരാധനാക്രമം അനുസരിച്ചുള്ള ഈ സംസ്കാര ചടങ്ങ് ഓടൊപ്പം തന്നെ ബൈസ്റ്റാൻഡിയൻ ആ ക്രമം അനുസരിച്ചുള്ള ചടങ്ങും അന്ത്യമായിട്ടുള്ള പ്രാർത്ഥനകളും അർപ്പിക്കപ്പെട്ടു. അതൊരു പ്രത്യേകതയായിരുന്നു. അതുപോലെ വത്തിക്കാനിൽ നിന്നും പാപ്പയെ അടക്കം ചെയ്യുന്ന മരിയ മജോർ ബസിലിക്കയിലേക്ക് നടന്നു പോകണമെങ്കിൽ ഒരു മണിക്കൂർ 50 മിനിറ്റെങ്കിലും എടുക്കുമായിരുന്നു. പക്ഷേ അവർക്ക് അവിടെ പോകാൻ പറ്റിയില്ല. കാരണം 20 മിനിറ്റ് കൊണ്ട് അവിടെ പാപ്പയുമായിട്ടുള്ള ശരീരം ദിവ്യമായ സ്ഥലത്ത് എത്തിക്കേണ്ടി വന്നു. അതിനുവേണ്ടി എല്ലാം റോഡുകളും എല്ലാം കൃത്യമായിട്ട് ഇറ്റാലിയൻ ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിലായിരുന്നു പോയത്. അതുപോലെ അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് 2 വശങ്ങളിലും നിറയെ ജനങ്ങളുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ ഈവൻ കുറേ നേരം കാത്തിരുന്ന് തളർന്ന് ഇരുന്നെങ്കിലും പാപ്പ പോകുമ്പോൾ എല്ലാവരും പാപ്പേനെ അന്ത്യയാത്ര അയച്ചു. ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. വത്തിക്കാനിൽ നിന്നും തെർമിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മരിയ മജോറെ ബസിലിക്കയുള്ളത്. അവിടം വരെയും പോകുമ്പോൾ അത്രയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇരുന്ന് അവിടെ പോകാൻ സമയം എടുക്കുന്നത് കൊണ്ടും ഒരുപാട് കൂട്ടം അധികമാകുമ്പോൾ അതിൻ്റെ എല്ലാം സമയം കൃത്യത പാലിക്കാൻ വേണ്ടി തന്നെ എല്ലാവർക്കും സ്ക്രീനിൽ കാണാനുള്ള സൗകര്യം വത്തിക്കാനിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അവിടെ നിന്നാണ് കണ്ടത്. പിന്നെ അതിൻ്റെ അകത്ത് പ്രവേശിച്ച് പാപ്പേൻ്റെ ശരീരം അവിടെ കൊണ്ടുവയ്ക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ഇന്ന് എനിക്ക് തോന്നുന്നത്
സന്ദർശനം ഉണ്ടാകത്തില്ല, പപ്പയുടെ കല്ലറയിൽ സന്ദർശനം ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കല്ലറയിൽ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു കാര്യം പറഞ്ഞത് ഫ്രാൻസിസ്കുസ് എന്ന് മാത്രം എഴുതി പാപ്പയുടെ കുരിശുമാലയിലെ കുരിശിന്റെ പ്രതിരൂപവും മാത്രമാണ് കബറിടത്തിലെ ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പാപ്പ ഇവിടുന്ന് യാത്രയാകുമ്പോൾ സാധാരണക്കാരുടെ, പാപ്പയായിരുന്നത് പോലെ തന്നെ സാധാരണക്കാരുടെ വെണ്ണക്കല്ലെന്നാണ് പറയുന്നത്. ആ കല്ലില് ആണ് പാപ്പയുടെ ശവകുടീരം ഒരുക്കിയിരുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തമായുള്ള ആ ലാസ്റ്റ് മൊമെന്റ്സിൽ പാപ്പയ്ക്ക് യാത്ര അയക്കുമ്പോൾ ഇനി മുതലേ അത്രയും നാളുകള് പാപ്പ ദിവ്യബലി അർപ്പിച്ചതും ആൾക്കാരുമായിട്ട് സംസാരിച്ചതും വളരെ ഹ്യൂമനായിട്ട് പെരുമാറിയ ഒരു സ്ഥലത്തിൽ ഇനി പാപ്പ ജീവനോടെ ഇല്ല എന്നോർക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട്, അതായത് തിരുസഭയ്ക്ക് ലോകത്തിനും ഒരു വല്ലാത്ത നൊമ്പരമാണ്. നാളെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളിലും 12 മണിക്ക് ത്രികാല പ്രാർത്ഥനയ്ക്ക് പാപ്പ സന്ദേശം നൽകുകയും സല്യൂട്ട് ചെയ്യുകയും ഓരോ വ്യക്തികളോടും പാപ്പ സംസാരിക്കാറുണ്ട്, അതുപോലെയുള്ള മെസ്സേജ് കൊടുക്കും. അപ്പൊ അത് നാളെ ഇല്ല. അത് ആദ്യമായിട്ടാണ് പാപ്പ ഇല്ലാത്ത ഒരു പാപ്പ ഇല്ലാത്ത തിരുസഭയിൽ, ജീവനോടെ ഇല്ലാത്ത തിരുസഭയിൽ ഒരു ത്രികാല പ്രാർത്ഥന ഇല്ലാതെ പോകുമ്പോൾ ഉള്ള വേദനയും ഉണ്ട്. അപ്പൊ ഇന്നും ശരിക്കും ഒരു കാലാവസ്ഥ നല്ലതായിരുന്നെങ്കിലും മനസ്സിലെ എല്ലാവരുടെയും വികാരങ്ങൾ വളരെ ദുഃഖപൂർണമായിരുന്നു.